അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, പുണ്യ ശഅബാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനം സ്വലാത്തിൻ്റെ മാസമാണ്, സ്വലാത്തിൻ്റെ ദിവസമാണ്. രണ്ടും കൂടെ ചേർന്ന് വരുന്നൊരു നിമിഷം. ഞാനിന്നൊരു അത്ഭുത സ്വലാത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ സ്വലാത്ത് ചൊല്ലി എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്നാണ്. ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇത് വല്ലാത്ത അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്താണ്. സ്വലാത്തിന് വല്ലാത്ത മഹത്താണല്ലേ. അള്ളാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങളെ നിങ്ങളും ചൊല്ലണേ എന്നാണ്. അപ്പോൾ ഈമാനില്ലാത്തവർക്കൊന്നും സ്വലാത്ത് ചെല്ലാൻ പറ്റില്ല. ഞങ്ങൾ സ്വലാത്തിനെതിരല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഒരു സ്വലാത്ത് ചൊല്ലാൻ പറ്റൂല. കാരണം യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരോടാണ് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹു ധാരാളം സ്വലാത്ത് ചെല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്ന് പഠിക്കുന്ന അത്ഭുത സ്വലാത്ത് ഇത് മഹാനായ ഷെയ്ഖ് അബൂബക്കർ ബിൻ സാലിം റഹിമഹുല്ല ക്രോഡീകരിച്ചൊരു സ്വലാത്താണ്. ഈ സ്വലാത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ സ്വലാത്ത് കൊണ്ട് ഏറ്റവും പരമപ്രധാനമായൊരു ലക്ഷ്യം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയാണ്. ഈ സ്വലാത്ത് മഹാനവറുകളെ രചിച്ചതിന് ശേഷം ഒരുപാട് സ്വാലിഹ്യങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. അവർ മുത്തുനബിയെ കനവിൽ കണ്ടിട്ടുണ്ട്, നിലവിൽ കണ്ടിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുന്നത് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹബീബിനെ കാണാൻ ഈ സ്വലാത്ത് പതിവാക്കിയാൽ മതിയെന്നാണ്. അള്ളാഹു കനവിലും നിലവിലും കാണാൻ തൗഫീക്ക് നൽകട്ടെ. എത്ര വലിയ ആഗ്രഹമാണെങ്കിലും, എത്ര വലിയ പ്രയാസത്തിൽ നിന്ന് രക്ഷ നേടാനാണെങ്കിലും ദിവസവും 7 തവണ ഈ സ്വലാത്ത് പതിവാക്കുക. ദിവസവും 7 തവണ ഈ സ്വലാത്തൊന്ന് പതിവാക്കി മനസ്സറിഞ്ഞിട്ട് അള്ളാഹിനോട് ദുആ ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തിത്തരുമത്രേ. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദെ ഭയങ്കര ടെൻഷനാണ്, ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല, ടെൻഷൻ, എപ്പോഴും ടെൻഷൻ, എന്തിനും ആകെ ഡിപ്രഷൻ പോലെ. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നെ പഠിപ്പിച്ചിട്ടില്ലേ, നിങ്ങൾ സ്വലാത്ത് ധാരാളം ചൊല്ലിയാൽ നിങ്ങളുടെ ടെൻഷൻ അള്ളാഹു മാറ്റിത്തരും എന്ന്. അപ്പോൾ ഈ സ്വലാത്ത് കൊണ്ട് ടെൻഷൻ മാറണം അല്ലേ? സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് 7 തവണ ചൊല്ലിക്കോ. അന്നേ ദിവസം തന്നെ അസുറിന് ശേഷം 7, ഇശാഇന് ശേഷം 7. ഇങ്ങനെ സുബ്ഹി കഴിഞ്ഞിട്ട് 7, അസുർ കഴിഞ്ഞിട്ട് 7, ഐശ കഴിഞ്ഞിട്ട് 7. ഇങ്ങനെ ദിവസവും നമ്മളിങ്ങനെ പതിവാക്കി വന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷൻ അള്ളാഹു നീക്കിത്തരും. അപ്പോൾ ഈ സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ച് അള്ളാഹ്ക്ക് വേണ്ടി ഇങ്ങനെ ചൊല്ലണം കേട്ടോ. അപ്പോഴാണ് അതൊരു ഇബാദത്താണ്. എൻ്റെ ടെൻഷൻ മാറാൻ സ്വലാത്തില്ലെന്നു എന്നല്ല, മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെയും ഹബീബിൻ്റെയും തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ചൊല്ലുന്നു എന്നാണ്. അങ്ങനെ ചൊല്ലുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ഒരുപാട് ആളുകൾ ശത്രുക്കളിൽ നിന്നുള്ള ദ്രോഹം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഓഫീസുകളിൽ, മറ്റു മേഖലകളിൽ ശത്രുത വലിയ പ്രശ്നമാണത് അല്ലേ? അയൽപക്കത്ത് ശത്രുക്കളുണ്ട്. അയൽപക്കത്തൊന്നും ശത്രുക്കളുണ്ടാകാൻ പാടില്ല. പരസ്പരം സ്നേഹത്തിലായിരിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇപ്പോൾ സിഹറ് കൊണ്ട്, കണ്ണേറ് കൊണ്ട്, പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട്, ശത്രുക്കളുടെ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ? ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? 40 ദിവസം ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് 41 തവണ പതിവാക്കുക ഈ സ്വലാത്ത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉസ്താദെ മെൻസസ് വന്നാലോ? ഇശാ നിസ്കരിക്കേണ്ട, ആ ഇശാൻ്റെ സമയത്ത് 41 തവണ പതിവാക്കുക. അപ്പോൾ നിസ്കരിക്കുന്ന സമയമാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് വുദൂഓടുകൂടെ തന്നെ ഇരുന്ന് വേണം 41 തവണ ഇത് പതിവാക്കാനായിട്ട്. ഹൈലുള്ള സമയത്ത് പിന്നെ അത് പറ്റില്ലല്ലോ, പല്ലാതെ തന്നെ അത് പതിവാക്കുക. അങ്ങനെ 41 ദിവസം ഈ സ്വലാത്ത് പതിവാക്കി നോക്കി അള്ളാഹു ശത്രുക്കളെ മാറ്റി നിർത്തും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്ന് കാവൽ തരും. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കും. അതുപോലെ തന്നെ കാണാം, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് പലർക്കും ഉണ്ട് അല്ലേ? അപ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധി വേണം. നമുക്ക് ദാരിദ്ര്യം ഉണ്ടായാൽ പറ്റൂലല്ലോ. സമ്പത്തെന്തിനാ? അള്ളാഹിൻ്റെ വഴിയെ ഭംഗിയായി നടക്കാനാണ് അല്ലേ? അതിനുള്ള തൗഫീക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ള നെയ്യത്തിലായിരിക്കണം സമ്പത്ത് ആഗ്രഹിക്കേണ്ടത്, അള്ളാഹുവിന് വഴിപ്പെടാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ആവശ്യത്തിന് സമ്പത്ത് വേണം, സ്വതക്ക ചെയ്യാൻ, ജക്കാത്ത് കൊടുക്കാനൊക്കെ സമ്പത്ത് വേണം. അപ്പോൾ ഈ സാമ്പത്തികമായ അഭിവൃദ്ധി വേണമെങ്കിൽ തഹജ്ജുദിൻ്റെയും സുബ്ഹിയുടെ ഇടയിൽ തഹജ്ജുദ് നിസ്കരിക്കണം. എന്നിട്ട് സുബ്ഹ് നിസ്കാരത്തിന് മുമ്പായിക്കൊണ്ടുള്ള ആ സമയത്ത് 7 തവണ ഈ സ്വലാത്ത് പതിവാക്കുക. ഇതിങ്ങനെ പതിവാക്കി വരിക. സാമ്പത്തിക അഭിവൃദ്ധി, നിങ്ങളറിയാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റിത്തരും. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ അസുഖബാധിതനായ ഒരാളുണ്ടെന്ന് വിചാരിക്കാം. ഒരു 11 തവണ ഈ സ്വലാത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കുടിക്കാൻ കൊടുക്കുക. ഇതിങ്ങനെ പതിവാക്കുമ്പോൾ അസുഖത്തിന് ശമനം അനുഭവിക്കാൻ കഴിയും. ഇനി കൃത്യമായൊരു എണ്ണമൊന്നുമില്ല, ഡെയിലി നിങ്ങളൊരു പതിവാക്കുക. ഈ സ്വലാത്ത് ഡെയിലി ഒരു 3 എണ്ണമാണോ? 3 എണ്ണം അങ്ങനെ പതിവാക്കി പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ആസ്വദിക്കാൻ കഴിയും. ഏതാണ് ആ സ്വലാത്ത്? ഈ സ്വലാത്തിൻ്റെ പേര്, ഇത് സ്വലാത്തുകളുടെ കിരീടം എന്നാണ് അറിയപ്പെടുന്നത്. ആ പേര് തന്നെ ആ സ്വലാത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലേ? സ്വലാത്തു താജ്, സ്വലാത്തുകളുടെ കിരീടം.
സ്വലാത്തുകളുടെ കിരീടം. ഈ സ്വലാത്ത് മനപ്പാടമാക്കിയാൽ വലിയ പ്രതിഫലം ഉണ്ടെന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. കാണാതെ അറിയുന്നവരുണ്ടെങ്കിൽ പറയണേ. ഇപ്പോൾ കാണാതെ പഠിക്കണം, ജീവിതത്തിൽ അന്വർത്ഥാക്കണം. ഇന്ന് മഗ്‌രിബിന് മുമ്പായി കൊണ്ട് 7 തവണയെങ്കിലും ചൊല്ലണം. അങ്ങനെ ഇത് ഡെയിലി പതിവാക്കാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്കതിൻ്റെ ആശയം അറിഞ്ഞൊന്ന് ചൊല്ലാം. അള്ളാഹു ചൊല്ലാനും പഠിക്കാനും അന്വർത്ഥമാക്കാനും അതിലൂടെ പ്രതിഫലങ്ങൾ ആസ്വദിക്കാനും അള്ളാഹിൻ്റെ ഹബീബിൻ്റെയും തൃപ്തി ആസ്വദിക്കാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചെയ്യണേ അല്ലാ. സ്വാഹിബി താജി വൽ മിഅറാജി വൽ ബുറാഖി വൽ അലം. അവിടുന്ന് കിരീടത്തിൻ്റെയും വാനാരോഹണത്തിൻ്റെയും ബുറാക്കിൻ്റെയും പതാകയുടെയും ഉടമയാണ്. ദാഫിഇൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മറദി വൽ അലം. അവിടുന്ന് എല്ലാ പരീക്ഷണങ്ങളെയും രോഗങ്ങളെയും ദാരിദ്ര്യത്തെയും ഒക്കെ തടുക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കി ഏതാണ്ടൊരു ചെറിയ ആശയം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഇസ്മുഹു മക്തൂബുൻ മർഫൂഉൻ മശ്ഫൂഉൻ മൻഖൂഷുൻ ഫിൽ ലൗഹി വൽ ഖലം. അവിടുത്തെ നാമം ലൗഹിലും ഖലമിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സയ്യിദുൽ അറബി വൽ അജം. അറബികളുടെയും അനറബികളുടെയും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിസ്മുഹു മുഖദ്ദസുൻ മുഅത്തറുൻ മുതഹ്ഹറുൻ മുനവ്വറുൻ ഫിൽ ബൈത്തി വൽ ഹറം. അവിടുത്തെ ശരീരം പരിശുദ്ധമാണ്. ഹറമിലും ഇരു ഹറമുകളിലും കഅബാലയത്തിലും പ്രകാശം പരത്തുന്നതാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശംസുൽ ദുഹാ ബദരിദ് ദുജാ സ്വദ്രിൽ ഉലാ നൂരിൽ ഹുദാ കഹ്ഫിൽ വറാ മിസ്ബാഹിൽ ദുലം. പ്രഭാത സൂര്യനും കൂരിരുട്ടിലെ ചന്ദ്രനും നേർമാർഗത്തിലെ വെളിച്ചവുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജമീൽ ശിയം ഷഫീഉൽ ഉമം സ്വാഹിബിൽ ജൂദി വൽ കറം. അവിടുന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഉമ്മത്തിന് മുഴുവൻ ശുപാർശയാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശകരാണ്. അതുപോലെ തന്നെ അവിടുന്ന് ഔദാര്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഉടമയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹു ആസിമുഹു. അല്ലാഹുവാണ് അവിടുത്തെ സംരക്ഷകൻ. വ ജിബ്രീലു ഖാദിമുഹു. ജിബ്രീലാണ് അവിടുത്തെ സേവകൻ. വൽ ബുറാഖു മർക്കബുഹു. ബുറാഖാണ് അവിടുത്തെ വാഹനം. വൽ മിഅറാജു സഫറുഹു. മിഅറാജാണ് അവിടുത്തെ യാത്ര. വ സിദ്റത്തുൽ മുന്തഹ മഖാമുഹു. അവിടുത്തെ സ്ഥാനം അത് സിദ്റത്തുൽ മുന്തഹയിലാണ്. അതുപോലെ വഖാബ ഖൗസൈനി മത്ലൂബുഹു വൽ മത്ലൂബു മഖ്സൂദുഹു വൽ മഖ്സൂദു മൗജൂദുഹു. ഖാബ ഖൗസൈനാണ് അവിടുത്തെ തേട്ടം. അവിടുത്തെ തേട്ടമാണ് അവിടുത്തെ ഉദ്ദേശം. ആ ലക്ഷ്യമാണ് അവിടുന്ന് നേടിയെടുത്തിട്ടുള്ളത്. സയ്യിദുൽ മുർസലീൻ ഖാതിമുൻ നബിയീൻ ഷഫീഉൽ മുദ്നിബീൻ അനീസുൽ ഗരീബീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ലിൽ ആശിഖീൻ മുറാദിൽ മുസ്താഖീൻ ശംസുൽ ആരിഫീൻ. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങളുടെ വിശേഷണങ്ങളാണ്. അവിടുന്ന് അമ്പിയാക്കരുടെ മുർസലുകളുടെ മുഴുവൻ രാജാവാണ്. നബിമാരുടെ അന്ത്യപ്രവാചകനാണ്. നബിമാരുടെ ഹാത്യമാണ് അവിടുന്ന്. ഷഫീഉൽ മുദ്നിബീൻ. പാപങ്ങൾ ചെയ്തവർക്ക് ശുപാർശകരാണ്. അതുപോലെ തന്നെ ജനതയ്ക്ക് മുഴുവൻ കാരുണ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് മുഴുവൻ കാരുണ്യമാണ്. പ്രണയിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവുമാണ്. അതുപോലെ തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സറിഞ്ഞ് ഹബീബായ തങ്ങളെ പ്രണയിക്കുന്നവർക്ക് മുഴുവൻ സമാധാനം നൽകുന്ന നേതാവ്. അങ്ങനെ തുടങ്ങി ഒരുപാട് പുകഴ്ചകയാണ് മുത്തുനബിയെ. ശംസുൽ ആരിഫീൻ. ജ്ഞാനികളുടെ സൂര്യനാണ്. അവിടുന്ന് നേർവഴി സിദ്ധിച്ചവരുടെ വിളക്കാണ്. അള്ളാഹുവിനോട് അടുത്തവർക്ക് പ്രകാശമാണ് അല്ലേ. മിസ്ബാഹിൽ മുഖറബീൻ മുഹിബ്ബുൽ ഫുഖറാഇ വൽ ഗുറബാഇ വൽ മസാക്കീൻ. പാവപ്പെട്ടവരെ, സാധുക്കളെ, അതുപോലെ തന്നെ പ്രയാസങ്ങൾ സഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരാണ്. അവരെ നെഞ്ചോട് ചേർത്തവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദി സഖലൈൻ. അതേ, ജിന്നുകളുടെയും മനുഷ്യരുടെയും നേതാവാണ്. നബിയിൽ ഹറമൈൻ. ഇരു ഹറമുകളുടെയും നബിയാണ്. ഇമാമുൽ ഖിബ്ലത്തൈൻ്റെ ഇമാമാണ്. വസീലത്തിന ഫിദ്ദാറൈൻ. ഇരു വീടുകളിലും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വസീലയാണ് മുത്തുനബി തങ്ങൾ. സ്വാഹിബി ഖാബ ഖൗസൈൻ മഹബൂബി റബ്ബിൽ മശ്രിഖൈൻ വൽ മഗ്രിബൈൻ. ഖാബ ഖൗസൈനിൻ്റെ ഉടമയാണ് മുത്തുനബി തങ്ങൾ. മഹബൂബി റബ്ബിൽ മശ്രിഖൈൻ വൽ മഗ്രിബൈൻ. മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും നാഥനായ റബ്ബിൻ്റെ മഹബൂബാണ്. ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ. ഹസൻ ഹുസൈൻ്റെ വെല്ലുപ്പയാണ് മുത്തുനബി തങ്ങൾ. മൗലാന, നമ്മുടെ നേതാവ്. മൗല സഖലൈൻ. ജിന്നുകളുടെയും മനുഷ്യരുടെയും നാഥൻ, മനുഷ്യരുടെയും ഉടമയായ മുത്തുനബി തങ്ങൾ, നേതാവായ മുത്തുനബി തങ്ങൾ. അബുൽ ഖാസിം. അതേ, ഖാസിമിൻ്റെ പിതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദിന മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂരിൻ മിൻ നൂരില്ല. അള്ളാഹുവിൻ്റെ നൂറിൽ നിന്നുള്ള നൂറാണ്. യാ അയ്യുഹൽ മുസ്താഖൂൻ.
യാ അയ്യുഹൽ മുസ്താഖൂൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കുന്നവരെ, ഇഷ്കുള്ളവരെ, ബിനൂരി ജമാലി സ്വല്ലു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിമു തസ്ലീമ, നിങ്ങളവിടത്തേക്ക് സ്വലാത്തും സലാമും വർഷിക്കണേ. ഏതാണ്ട് ഒരു ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആശയം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരിക്കൽ സ്വലാത്ത് മാത്രമായി ഒന്ന് ചൊല്ലി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل السيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحبه وسلموا تسليما. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ പഠിച്ചത് പ്രകാരം ഈ സ്വലാത്ത് പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.